For those of you who do not know what a Kathaprasanam is, it's an act where a story is told by means of acting and singing. So, let us start. ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. ഈ കഥയുടെ പേരാണ് വ്യത്യസ്തനായ താതൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത് കോട്ടയത്തിനടുത്തുള്ള ചങ്ങനാശ്ശേരി എന്നുള്ള സ്ഥലത്തേക്കാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. എന്നാലും പക്ഷികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. അടുത്തുള്ള അമ്പലത്തിൽ നിന്നാണെന്ന് തോന്നുന്നു സുപ്രഭാതം കേൾക്കുന്നുണ്ട്. ചെറുതെങ്കിലും മനോഹരമായൊരു വീട് ശ്രദ്ധിച്ചോ? അതാണ് നമ്മുടെ കഥാനായകൻ ചാക്കോ ചേട്ടന്റെ വീട്. വാതിൽ തുറന്ന് അകത്തേക്കൊന്ന് പ്രവേശിച്ചാലോ? ആ പഴയ കസേരയിൽ ഇരിക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചോ? അതാണ് ചാക്കോ ചേട്ടൻ. അദ്ദേഹത്തിന്റെ മടിയിലിരിക്കുന്നത് ചാക്കോ ചേട്ടന്റെ മോൻ സജിയുടെ മോളാ നീലക്കുട്ടി. അപ്പച്ചന്റെ പൊന്നാരം കുട്ടിയല്ലേ, അപ്പച്ചൻ കഥ പറഞ്ഞു തരാലോ. വാത്സല്യത്തോടെ അദ്ദേഹം പറഞ്ഞു. പണ്ട് ഒരിടത്തൊരു രാജാവ് എങ്ങനെ കുതിര സവാരിക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് നിനക്ക് സ്കൂളിൽ പോകണമെന്ന് എന്തൊരു വിചാരമാണ്. നീനമ്മളുടെ മമ്മിയ ജെസ്സി വലിയ ദേശീയക്കാരിയാ. അതെങ്ങനെ വയസ്സെന്ന് പടി തോടല. എന്നാലും ബോധവും വിവരം വേണം. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഉള്ളപ്പോഴാണ് കഥ പറച്ചിൽ. അവൾ കുഞ്ഞിനെയും വലിച്ചെടുത്തുകൊണ്ട് അകത്തേക്ക് പോകും. ഇതൊരു സ്ഥിരം പതിവായതുകൊണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാനേ പാവം ചാക്കോച്ചേട്ടന് കഴിഞ്ഞുള്ളൂ. ജെസ്സി സജിൻ ജോലിയിലേക്കും നീനമ്മോൾ സ്കൂളിലേക്കും പോയി തിരക്കൊഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഒരു കപ്പ് ചായ എങ്കിലും കുടിക്കുന്നത്. അന്നും പതിവ് തെറ്റിച്ചില്ല. തന്റെ ചായയും എടുത്തുകൊണ്ട് അദ്ദേഹം ഉമ്മറവാതിലേക്ക് നീങ്ങി. അവിടെ നിന്ന് നോക്കിയാൽ റോഡിലൂടെ ചീറി പാഞ്ഞു പോകുന്ന ബൈക്കുകളും കാറുകളും ഒക്കെ കാണാൻ സാധിക്കും.
സുന്ദരമായ ജീവിതം. പക്ഷേ ആ നല്ല കാലം ഏറെ നാൾ നീട്ടുന്നില്ല. ക്യാൻസർ എന്ന മഹാരോഗം മേരിക്കുട്ടിയുടെ ജീവൻ ഈ ലോകത്തിൽ നിന്നും അപഹരിച്ചപ്പോൾ ഒരു ബൈക്ക് ആക്സിഡന്റ് ആണ് എബിയുടെ മരണത്തിന് കാരണമായത്. പിന്നീട് അങ്ങോട്ട് സജിക്ക് അപ്പനായും അമ്മയായും ജ്യേഷ്ഠനായും എല്ലാം അദ്ദേഹം മാറി. അവന് വേണ്ടതെല്ലാം അദ്ദേഹം തന്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ചെയ്തു. അവനെ പഠിപ്പിച്ചത് എഞ്ചിനീയറായി. എന്നിട്ടും എന്തോ അവന്റെ വിവാഹശേഷം താൻ അവർക്കൊരു അരുതായി ആയതുപോലെ. ചാക്കോച്ച, അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ സുകുമാരന്റെ വിളിയാണ് ചാക്കോച്ചേട്ടനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഒരു മുറുക്കാനെടുത്ത് വായിലിട്ടുകൊണ്ട് സുകുമാരൻ പറഞ്ഞു, അല്ല എന്റെ ചാക്കോച്ച, ഇതൊരു ശീലായിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കട്ടോ. അതെ, ഞാനിപ്പോ വന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടിയുടെ കല്യാണമാണ്, വരണം, മറക്കണ്ട കേട്ടോ. അപ്പൊ ജെസ്സിയെയും സജിയെയും കൂട്ടിയിട്ട് വരിക, ഒരിക്കലും ഒടികളും പറഞ്ഞ് മാറരുത്. അപ്പൊ ശരി, കാണാട്ടോ. അദ്ദേഹം നടന്നു. ഇന്ന് സജി വരുമ്പോ ഈ കാര്യം പറയണം, അദ്ദേഹം തീരുമാനിച്ചു. പകൽ കടന്നുപോയി, സന്ധ്യയായി. പതിവ് പോലെ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും ചാക്കോച്ചേട്ടന്റെ മുറിയിൽ നിന്നും ഒരു ക്രിസ്തീയ ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം സജി എന്ന ഭാഗത്തേക്ക് അദ്ദേഹം നടന്നു. പതിവ് പോലെ ഒരുപറ്റം മദ്യക്കുപ്പിയുടെ നടുവിലായിരുന്നു അവന്റെ സ്ഥാനം. എത്രാമത്തെന്നറിയില്ല, അവൻ വീണ്ടും ഒരു കുപ്പി എടുത്ത് പൊട്ടിച്ചു. എന്തോ വേണം? അവൻ ചോദിച്ചു. അത് മോനെ, സുകുമാരൻ എന്നോട് വന്നായിരുന്നു. അവന്റെ കുട്ടിയുടെ വിവാഹത്തിന്റെ കാര്യം പറയാനാ. നമുക്ക് അത്രയുടെ ഒന്ന് പോയാലോ? എന്നതാ എവിടെ പോണെന്ന് പറഞ്ഞു? വീണ്ടും ജെസ്സിയുടെ ശാസന പുറകിൽ. ഇനിയിപ്പോ കല്യാണത്തിന് ഗിഫ്റ്റും പൊതിഞ്ഞ് കിട്ടിക്കൊണ്ട് പോകാതെ കുഴപ്പമോ എന്ന് വെച്ചാൽ ഇവിടെ മാസം മാസം ശമ്പളം കൊണ്ടുവരുവേ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഇവിടെ ആരും പോകുന്നില്ല. ഉള്ള നേരത്ത് പോയിട്ട് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അവൾ പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക്. ഇവിടെ സമാധാനത്തോടെ തന്നെ കുടിച്ചോണ്ടിരുന്നത് ഞാൻ. എന്റെ സമാധാനം കളഞ്ഞപ്പോ നിങ്ങൾക്ക് മതിയായിരുന്നു പണ്ടേ. പിന്നെ ഞാൻ എന്റെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാകാൻ ജനിച്ചതാണ് എനിക്കറിയാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നതിന് മുമ്പ് പോയി കിടക്കുന്നുണ്ടോ? അവൻ ബഹളം വെച്ച് അലറി. മകന്റെ മറുപടിയും കൂടെ വന്നതോടെ മനസ്സ് തകർന്ന ആ പാവം അവന്റെ മുറിയിലേക്ക് തിരിച്ചുപോയി. അവിടെ കിടന്ന് വാതിലടച്ച് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെ പോലെ കരഞ്ഞു. ആർക്കും ഒരു ദോഷവും ചെയ്യാം, ആരെയും ബുദ്ധിമുട്ടിക്കാം, എന്നോടൊരു നല്ല വാക്ക് പറയാൻ പോലും ഈ വീട്ടിലൊരാളില്ല. അദ്ദേഹം നെഞ്ചിൽ തകർന്ന് കരഞ്ഞു. കാറ്റും മഴയും ശക്തിയായി അടിക്കുന്നുണ്ടായിരുന്നു.
ചാക്കോച്ചേട്ടന് തോന്നി. അയ്യോ, നെഞ്ച് വേദനിക്കുന്നില്ല. അയ്യോ, ശ്വാസം കിട്ടാതെ പോലെ. മോനെ, സജിമോനെ. അദ്ദേഹത്തിന് ബോധം വന്നു. പിന്നീട് എപ്പോഴോ ബോധം വന്നപ്പോൾ ഒരു ആശുപത്രി കിടക്കയിൽ ധാരാളം ഉപകരണങ്ങൾ നടുവിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചുറ്റും കണ്ണോടിച്ചു. ആരോ അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നു. ചാക്കോച്ചേട്ടൻ കാതോർത്തു. സജി, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. ഇത്രയും നാള് ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളുടെ തന്തയായതുകൊണ്ടൊന്നുമല്ല. പിന്നെ സ്വത്തും പറമ്പല്ല അങ്ങനത്തെ പേരില്ല, അതുകൊണ്ടാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ തുടങ്ങിയേക്കാം. ഇതിന്റെ ഒന്നും ചെലവ് വഹിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുമെന്ന് വിചാരിച്ചാൽ മനസ്സിൽ വെച്ചാ മതി. എവിടെയാന്ന് വെച്ചാൽ സൈൻ വേണ്ടത് വാങ്ങിച്ചേച്ച് അങ്ങനെ എവിടെയാന്ന് കൊണ്ട് കൂട്ടുവന്ന് ഏൽപ്പിച്ചോണം. അല്ലേ പിന്നെ നിങ്ങള് വിവരം അറിയും സജി. ഞാൻ ആരാധനയെ കാണിച്ചു കേട്ടോ. ഒരു കത്തിമുന കടന്നു പോകുന്നത് പോലെ ചാക്കോച്ചേട്ടന് തോന്നി. എന്റെ ദൈവമേ, എന്നാലും അവർക്ക് എങ്ങനെ? കണ്ണുനീർ കൊണ്ട് അദ്ദേഹം തന്റെ കട്ടിലിനെ വിളിച്ചു. ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും ആധാരവും മറ്റ് ഡോക്യുമെന്റ്സും എല്ലാം സജി റെഡിയാക്കി വെച്ചിരുന്നു. ഇങ്ങോട്ടവൻ സൈൻ ചെയ്തരും. അവനത് നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇത് വീടും മാസമൊക്കെ എന്റെ പേരിൽ എഴുതുന്നു എന്നുള്ളതിന്റെ രേഖയാണ്. സമയം കളയണ്ട. ഇനിയിപ്പം നിങ്ങൾക്ക് വരാൻ പരിഗണിക്കലേ ആ പേപ്പറില്ല, ഈ ഡോക്യുമെന്റില്ല, ആ പത്രമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പുറകെ അടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് സൈൻ ചെയ്തരും. അദ്ദേഹം എന്തെങ്കിലും ചിന്തിക്കുന്നതിനോ പറയുന്നതിനോ മുമ്പ് തന്നെ താൻ രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ വീടും വസ്തുവും അദ്ദേഹത്തിന് നഷ്ടമായി. അല്ലെങ്കിൽ തന്നെ ആ സാധു എന്ത് ചെയ്യാൻ? തന്റെ ദൈവത്തോട് കരഞ്ഞു പറയാനല്ലാതെ അദ്ദേഹത്തിന് വേറൊന്നും കഴിഞ്ഞില്ല. കരഞ്ഞു കരഞ്ഞ് അദ്ദേഹം എപ്പോഴോ ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സജിയുടെ വിളി കേട്ടാണ് എണീറ്റത്. ഇങ്ങോട്ടൊന്ന് എണീക്ക്, ഒരോ വരെ പോകാനുണ്ട്. അദ്ദേഹം കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാ മോനെ? ഹോ, എങ്ങോട്ടാന്ന് പറഞ്ഞാല് എഴുന്നോളൂ എന്നുണ്ടോ? എന്നാ പറഞ്ഞേക്കാം. ഇനി അങ്ങോട്ട് താമസമൊക്കെ നമ്മുടെ ഡാനിയൽ അച്ഛന്റെ തിരുവനന്തപുരത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ മതി. ഞാൻ അവിടെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എടുക്കാനുണ്ടെ പെറുക്കി എടുത്തോളാം. ഇനി പിന്നെ അതില്ലെങ്കിലൊന്നും പറഞ്ഞേക്കാം. അവൻ വളരെ ലാഘവത്തോടെ പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകും. തന്റെ പ്രിയ ഭാര്യയുടെയും മകന്റെയും ഓർമ്മകൾ ഒന്നുന്ന ഈ വീട്ടിൽ നിന്ന് താൻ എന്നേക്കുമായി പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്തെടുക്കാൻ അദ്ദേഹം ആലോചിച്ചു. പിന്നെ അധികം വൈകാതെ അവർ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യം 12 മണിക്ക് തന്നെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു. സന്ധ്യ ആയപ്പോഴേക്കും അവർ ഡാനിയൽ അച്ഛൻ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിലെത്തി. അച്ഛനവരെ വളരെ സന്തോഷത്തോടെ വിളിച്ച് അകത്തെത്തി. അതിനുശേഷം സജി അദ്ദേഹം തന്റെ മുറിയിലേക്ക് വിളിച്ചു. സജി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അപ്പൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷവും. എന്നാലും നീ ഒരു കഥ അറിഞ്ഞിരിക്കണം ഇവിടുന്ന് പോകുന്നതിനും. അതുകൊണ്ട് പറയാം, ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അന്നൊരു രാത്രി ഞാനും നിന്റെ അപ്പനും പള്ളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഞങ്ങൾ വെളിയിലേക്ക് വന്നു.
അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു തുണിക്കെട്ടാണ്. അത് തുറന്നു നോക്കുമ്പോൾ ഒരു ചോരക്കുഞ്ഞ് ആരോ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അന്ന് ആ കുഞ്ഞിനെ കണ്ട് എന്ത് ചെയ്യണോന്ന് അറിയാതെ നോക്കിയിരുന്ന എന്നോട് നിന്റെ അപ്പം പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവനെ ഞാൻ വളർത്തും, എൻ്റെ മോനായി, എനിക്ക് അന്യനായിട്ട് അവൻ വളരും എൻ്റെ വീട്ടിൽ. അവൻ ഒരു കുറവും ഞാൻ ഒരിക്കലും വരുത്തത്തില്ല അച്ഛാ. അന്ന് നിന്റെ അപ്പം പറഞ്ഞ വാക്ക് ഈ 35 വർഷക്കാലവും അദ്ദേഹം പാലിച്ചെന്ന് എനിക്കറിയാം. എന്നാലും ഇത് നീ ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കഥ കേട്ടിരുന്ന സജി ഞെട്ടി. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി. അച്ഛാ, ഞാനൊരു അനാഥനാണെന്ന്. അയ്യോ, ഞാനെന്തോ കേൾക്കുന്നേ അച്ഛൻ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ അച്ഛ. എനിക്കൊരു സൂചന പോലും കിട്ടിയില്ലല്ലോ അച്ഛ. അവൻ തന്റെ അപ്പനെന്ന ഭാഗത്തേക്ക് നോക്കി. അവിടെ ചെന്ന് അദ്ദേഹത്തിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് അവൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ അപ്പ, അയ്യോ, എന്നോട് ക്ഷമിക്കപ്പ, ഞാനൊരു മഹാഭാവിയായിരുന്നു. എന്നോട് ക്ഷമിക്ക. ഞാനൊന്നും അറിഞ്ഞില്ലപ്പാ, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ അഹങ്കരിച്ചു പോയപ്പച്ച. ഞാൻ കുരുടനായി പോയി. എന്റെ കണ്ണ് കാണാതെ പോയി. അപ്പച്ചന്റെ നന്മ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. എന്നോട് ക്ഷമിക്കെന്ന് പറ. അദ്ദേഹം വാത്സല്യത്തോടെ അവന്റെ തലയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, നീ എന്നെ അപ്പച്ചാന്ന് വിളിച്ചല്ലോടാ, അത് മതിയടാ അപ്പച്ചന്. അവൻ വീണ്ടും പറഞ്ഞു, അപ്പ നമുക്ക് പോവാ അപ്പച്ച. അപ്പച്ചനെ ഞാൻ കൊണ്ടുപോവാം. ഇനി ജെസ്സി എന്നല്ല ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ അപ്പച്ചനെ ഭീഷിക്കത്തില്ല. എവിടൊക്കെ പോകണമെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചികിത്സ കൊടുക്കണമെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും എൻ്റെ അപ്പച്ചന്. ഞാൻ ചികിത്സിച്ച് എൻ്റെ അപ്പച്ചനെ ഭേദമാക്കും, എല്ലാ അസുഖവും ഭേദമാക്കും. നമുക്ക് പോവാ അപ്പച്ച. അവൻ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ച് താങ്ങി പിടിച്ചുകൊണ്ട് ആ ഓൾഡ് ഏജ് ഹോമിന്റെ പടിയിൽ വന്നു. എല്ലാം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന ഡാനിയൽ അച്ഛൻ സ്വർഗത്തിലേക്ക് നോക്കി.